fragrance of life. കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ കാക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സംവേദനക്ഷമതയുള്ള ഭാഗം ഏതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവത്തിനും ഓരോ രീതിയിലുള്ള സംവേദനക്ഷമതയാണ് നൽകിയിരിക്കുന്നത്. ഇതറിയണമെങ്കിൽ നമ്മുടെ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെയുള്ള ഭാഗം മുട്ടുസൂചി കൊണ്ടൊന്ന് തൊട്ടുനോക്കിയാൽ മതി. തീർച്ചയായും കണ്ണിലെ കൃഷ്ണമണിക്കാണ് ഏറ്റവും കൂടുതൽ സംവേദനക്ഷമത നൽകിയിരിക്കുന്നത്. ഒരു കൊച്ചു പൊടിപടലം പോലും കണ്ണിൽ പോയാൽ കൃഷ്ണമണിക്കാകെ അസ്വസ്ഥതയാണ്. എന്താണ് ഇതിന് കാരണം? അതെ, കണ്ണിലെ കൃഷ്ണമണിയാണ് ഏറ്റവും കൂടുതൽ കരുതൽ നൽകി പരിപാലിക്കപ്പെടേണ്ട അവയവം. ശരീരം തന്നെ അതിനനുസരിച്ചിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. കൺപോളകൾ കൊണ്ട് പൊതിഞ്ഞ്, പീലി കൊണ്ട് വേലി കെട്ടി, കണ്ണുനീർ തുള്ളികൾ കൊണ്ട് കഴുകി, ഹിമ ചിമ്മി തുടച്ച് ശരീരം അതിനെ പരിപാലിക്കുന്നു. എന്തിനാണ് ഇത്രമേൽ കരുതൽ കണ്ണിന് നൽകിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചേക്കാം. കാരണം ഏറ്റവും സംവേദനക്ഷമതയുള്ള, ശരീരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ്. കണ്ണിലൊരു കരട് പോയാൽ നാളെയാകട്ടെ എന്ന് നാം വിചാരിച്ചിരിക്കാറില്ല. കാരണം വല്ലാത്ത അസ്വസ്ഥതയും വേദനയുമായിരിക്കും. എത്രയും പെട്ടെന്നത് മാറ്റിക്കളയാൻ നാം ശ്രമിക്കും. വേദന ഒരു അനുഗ്രഹമാണ്. സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് ശരീരം തരുന്ന മുന്നറിയിപ്പാണ് വേദന. വേദനിക്കുന്നത് കൊണ്ടാണ് പല മുറിവുകളെയും നാം സുഖപ്പെടുത്താറുള്ളത്. വേദന വരുന്നത് കൊണ്ടാണ് പല മാരക രോഗങ്ങളിൽ നിന്നും തക്ക സമയത്ത് ചികിത്സ നേടി നാം സംരക്ഷിക്കപ്പെടുന്നത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടാകാം, ഈ ലോകത്തിൽ എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന മറ്റൊരാൾ ഉണ്ടാവുകയില്ല എന്ന്. അതിനർത്ഥം ദൈവം ഏറ്റവും കരുതലും കാവലും സ്നേഹവും നൽകി പരിപാലിക്കുന്ന വ്യക്തിയാണെന്നാണല്ലോ. അവർക്ക് ആത്മധൈര്യത്തോടെ പ്രാർത്ഥിക്കാവുന്ന ഒരു വചനമാണ് സങ്കീർത്തനം 17:8. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ എന്ന്. ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് അതിന്റെ ആന്തരികതയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നുകൂടെ തിരിച്ചറിയാനാകും, ഏറ്റവും വലിയ സഹനം എനിക്ക് തരണമേ എന്നൊരു യാചനയാണ് ഈ പ്രാർത്ഥനയ്ക്ക് പുറകിലുള്ളത്. ഈ സത്യം ഗ്രഹിച്ചവരാണ് വിശുദ്ധാത്മാക്കളെല്ലാം. അതുകൊണ്ടാണ് ഭരണങ്ങാനത്തെ വിശുദ്ധ കന്യക, വിശുദ്ധ അൽഫോൻസാമ്മ ദിവസവും സഹനങ്ങൾ ചോദിച്ചു വാങ്ങുമായിരുന്നു. സഹനം കിട്ടാത്ത ദിവസങ്ങളിൽ അൽഫോൻസാമ്മയ്ക്ക് പരാതിയായിരുന്നു. ഈശോയോട് ചോദിക്കാറുണ്ട്, എന്തേ നിനക്കെന്നോട് കെറുവാണോ എന്ന്. കണ്ണിൽ കരടിരിക്കുന്നതിന് തുല്യമാണ് ആത്മാവിൽ പാപം. ആത്മാവിലെ പാപക്കരടുകൾ കണ്ണിൽ കരട് പോയാൽ എന്നതുപോലെ തന്നെ നമ്മെ വേദനിപ്പിക്കണം. എങ്കിലേ അനുതാപത്തിന്റെ കണ്ണുനീരൊഴുക്കി ആത്മാവിനെ വിശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കും. പാപം ചെയ്തിട്ടും തെല്ലും വേദന അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം മനസാക്ഷി മരവിച്ചു പോയോ, തഴമ്പിച്ചു പോയോ എന്നുള്ളതാണ്. ഏറ്റവും മാരകമായൊരു ആത്മീയ അവസ്ഥയാണത്. അതിനാൽ ഒരു കൊച്ചു പാപം പോലും ആത്മാവിൽ അവശേഷിപ്പിക്കാതെ അവയെല്ലാം ഏറ്റുപറഞ്ഞ് ആത്മാവിനെ വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ കൺമണിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയുള്ളവർക്കുള്ള ഓമനപ്പേരാണ് സങ്കീർത്തകൻ കൊടുത്തിരിക്കുന്നത്, കണ്ണിലെ കൃഷ്ണമണി. അതെ, ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാകാൻ നമുക്ക് സാധിക്കട്ടെ.